ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ പുന്നമൂട്ടിലെ അപ്പൂസിൻ്റെ കൂട്ടുകാരുമാണേ. വേണ്ട അപ്പൂസിൻ്റെ പരിവാരങ്ങൾ. അപ്പൂസ് പറഞ്ഞു കേട്ടോ. വേണ്ട ഇവരെല്ലാം മോനെ ഇങ്ങോട്ട് നോക്കിയേക്കളെ. അപ്പൂസിൻ്റെ കൂട്ടുകാരും അപ്പൂസ് വന്നു. നമ്മുടെ മാവെല്ലാം ഒടിഞ്ഞു വീണില്ലായിരുന്നു, അത് ഒന്ന് മുറിച്ച് മാറ്റാനും ഒക്കെ ആയിട്ട് അപ്പൂസ് തടിയെല്ലാം എടുക്കുന്ന ആളാണ് കേട്ടോ. നമ്മുടെ പുന്നമൂട്ടിലെ വൻ മുതലാളിയാണ് കണ്ടോ. നമ്മുടെ പുന്നമൂട്ടിലെ വൻ മുതലാളിയെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. പിന്നെ അതുപോലെ പാഴ്ത്തടികൾ, അങ്ങനെയൊക്കെയുള്ള തടികളൊക്കെ, തടി റബ്ബറും അങ്ങനെയൊക്കെയുള്ളതെല്ലാം അപ്പൂസ് എടുത്തു കൊണ്ടുപോകും. അപ്പം അതൊക്കെ നിങ്ങൾക്ക് അങ്ങനെ ഇതുപോലെ തടി മുറിക്കാനോ അതുപോലെ മരങ്ങളൊക്കെ മുറിഞ്ഞു വീഴുകയോ ഒടിഞ്ഞു വീഴുകയോ ഒക്കെ ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളതിനകത്ത് കമൻ്റൊക്കെ ചെയ്യണം. നമ്മുടെ ഇവിടെ പത്തനാപുരം പിന്നെ മുതൽ പത്തനംതിട്ട ഭാഗങ്ങളിലൊക്കെ ഉള്ള ആൾക്കാർ ഒക്കെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരങ്ങോട്ട് വന്ന് ഒക്കെ മുറിച്ച് മാറ്റി ഒക്കെ തരും. പിന്നെ പാഴ്ത്തടിയൊക്കെ ഉണ്ടെങ്കിൽ അവർ എടുത്തോളും, അങ്ങനെയൊക്കെ ചെയ്യും. ചിലർക്കൊന്നും അറിയത്തില്ല. സാധാരണ എനിക്കൊക്കെ ആണെങ്കിൽ അറിയത്തില്ലായിരിക്കും. അപ്പൂസിനെ പിന്നെ നമുക്ക് എപ്പോഴും ഞങ്ങളിവിടെ വന്നപ്പോൾ മുതൽ, കൊച്ചുനാളി മുതൽ അപ്പൂവിനെ നമ്മൾ കാണുന്നുണ്ട്, നമുക്കറിയാം. പിന്നെ ഇങ്ങനെ അപ്പൂസ് ഇവിടെ ഉണ്ടെന്ന് അറിയാം. അല്ലെങ്കിൽ നമ്മുടെ ഹസൻകുട്ടിയണ്ണൻ്റെ കടയിലോട്ട് പറഞ്ഞു കഴിയുമ്പോഴത്തേന് അവർ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ പിന്നെ വിളിച്ച് തരും. അവിടെ എപ്പോഴും കടയിൽ ആൾക്കാർ വരുന്നതുകൊണ്ട് നമുക്ക് ആൾക്കാരെയൊക്കെ പറഞ്ഞു തരും. പിന്നെ അതുപോലെ ഇടയ്ക്ക് കുറച്ച് നാൾ അപ്പൂസ് ഇവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്ക് വേറെ ആൾക്കാരെയൊക്കെ വിളിക്കേണ്ടി വരുമായിരുന്നു. അപ്പോൾ അങ്ങനെയല്ല, വിളിച്ച് കഴിയുമ്പോഴത്തേന് നമ്മൾ മേളിൽ നമ്പരില്ലേലും കടയിലോട്ട് എന്ന് പറയുമ്പോൾ ഹസൻകുട്ടിയണ്ണൻ അപ്പോഴേ നമ്പർ തരും, അല്ലേ അപ്പൂസിനെ വിളിക്കും. ഇന്നലെ അജു ഇത് വീണ് കഴിഞ്ഞപ്പോഴത്തേക്ക് പോയി പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഹസൻകുട്ടിയണ്ണൻ വിളിച്ചു. പിന്നെ അപ്പൂസിന് നമ്പർ തന്നപ്പോഴത്തേക്ക് അപ്പൂസിങ്ങ് വന്നു ഇതൊക്കെ ഇന്നലെ നോക്കിയിട്ട് പോയി. അപ്പോൾ ഇന്നലെ അവർക്ക് ഒരുപാട് വർക്കുണ്ടായിരുന്നു, വരാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് അവർ വന്നത്. വീട് എവിടാ? കാരിക്കാക്കുഴി. പേരൊന്ന് പറയാമോ? ഷിബു എന്നാ പേര് കേട്ടോ. ഷിബു എന്നാ പേര്. കാരിക്കാക്കുഴി നമ്മുടെ തൊട്ടടുത്താണ്. നിങ്ങളൊക്കെ കണ്ടു കാണും വീഡിയോയൊക്കെ, ഇല്ലയോ? കഴിഞ്ഞ ഇടയ്ക്കത്തെ നമ്മുടെ എന്തുവായിരുന്നു, മേഘയുടെ വീടിൻ്റെ അടുത്ത്, ഇല്ലയോ? നമ്മുടെ മേഘയുടെ വീടിൻ്റെ അടുത്തായിട്ട് ഇപ്പം വാർത്തയിലെല്ലാം നമുക്ക് കാണാം മേഘ. അത് നമുക്ക് അടുത്തായിട്ടുള്ള. ഇപ്പം മോൻ്റെ പേരെന്തുവാ മക്കളെ? നന്ദു എന്നാണ് മോൻ്റെ പേര്. മിടുക്കര കണ്ടോ. അവർ നല്ലതായിട്ട് രാവിലെ അജുവും മിടുക്കന് ജോലിയൊക്കെ ചെയ്യാൻ അവർക്ക് ഇഷ്ടമുള്ളവർ കണ്ടോ. അജുവിൻ്റെ അയയൊന്ന് എടുക്കണമെന്നും പറഞ്ഞ് അഴിക്കണമെന്നും പറഞ്ഞുകൊണ്ടാണ് കയറുന്നത്. മോനെ അതൊക്കെ മുറിച്ച് മാറ്റി കഴിഞ്ഞിട്ട് എടുക്കാം. തൊണ്ടയ്ക്ക് ഭയങ്കര അസ്വസ്ഥത. അവരെ പണികളൊക്കെ കഴിഞ്ഞു. ഞാനെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴാണ് സാധാരണ വീഡിയോ എടുക്കുന്നത്, ഇല്ലയോ? ആണോ? ഒന്നും അറിയാതെ നിൽക്കും ഇപ്പം. അത് അജു അറിയാൻ മുഴുകി നിൽക്കുക. ഇപ്പം കണ്ട് കേട്ടോ, ഇപ്പം കണ്ട് മരം മുറിക്കുന്നു.
നിപ്പ. അന്നേരം നോക്കി അജു കണ്ടോ നമ്മുടെ കോഴികളെയൊക്കെ വേണ്ട. ഈ ഇക്ക വന്നിട്ട് ഈ ഇക്കായെ പിന്നെ ആണെങ്കിൽ കോന്നിന്നാണ് വന്നത് ഇല്ലേക്ക? കോന്നിന്ന് വന്നതാ. ഇത് നമ്മുടെ തൊട്ടടുത്തുള്ള ആളാ. പേരെന്ന് പറഞ്ഞേ? മീര സാഹിബ് എന്നാ പറഞ്ഞ്. ഞാൻ അച്ചായ എന്നായിരുന്നു ആദ്യം വിളിച്ചത് ഇക്ക, അല്ലയോ? സത്യം പറഞ്ഞ ഓക്കെ. അജു താണ്ട് ഇവിടെ നിൽക്കുന്നു. അജുവിൻ്റെ കുറച്ച് കോഴികളെ കൊടുത്തു. ഈ സുന്ദരിക്കുട്ടിയൊക്കെ കൊടുത്തു കുറച്ച് പേര് വേണ്ട. അപ്പം ഇവരെ കൊണ്ടുപോവാ. അപ്പം ഇക്ക താണ്ട് കോഴിയൊക്കെ മേടിച്ചുകൊണ്ട് ഇക്ക പോന്നു. നമ്മുടെ മാങ്ങയൊക്കെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചായിരുന്നല്ലോ. താണ്ടിരിക്കും നമ്മുടെ മാങ്ങ. അച്ചാച്ച താണ്ടിരുന്ന് മാങ്ങ പിന്നെ എല്ലാം പുളി നമ്മൾ ചെറുതായിട്ടൊന്ന് ഇത് ഉപ്പിട്ടിട്ടൊന്ന് പിന്നെ ഉണങ്ങിയെടുക്കാനായിട്ട് കുറച്ച് എടുക്കുക. പിന്നെ ബാക്കി കുറച്ചുള്ളത് ഇച്ചിരി നമ്മൾ കൊച്ചുവളാമ്മയ്ക്ക് കുറച്ച് കൊടുത്തു. കാലാവസ്ഥ പിന്നെ ഒരിച്ചിരി പിന്നെ മഴക്കോളമുള്ള കാലാവസ്ഥയാണ്. അപ്പോൾ ഇതിൻ്റെ മേളിലൊക്കെ ഇരുന്നതെല്ലാം നമ്മൾ പിന്നെ അവർ തടി വന്നൊന്ന് മുറിച്ചിട്ട് തരാൻ പറഞ്ഞപ്പോൾ അവർ വന്നൊന്ന് എല്ലാം കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് തന്നു. പിന്നെ തന്നിട്ടുണ്ട്. വേണ്ടേ, കുഴപ്പമൊന്നുമില്ല. ഒരു ആസ്പെറ്റോസ് പൊട്ടി പോയെന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ കുഴപ്പമൊന്നുമില്ല. അത് പൊട്ടിയിട്ടേ ഉള്ളൂ. അത് വേറെ ഒരെണ്ണം മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് റെഡിയാണ്. വേറെ കുഴപ്പമൊന്നും ഇതിന് പറ്റിയില്ല. അത് പോയതും ഒരു കണക്കിന് കാര്യമായി. മാങ്ങ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇതിലോട്ട് ഇങ്ങനെ വീഴുമായിരുന്നു. പക്ഷെ നമുക്കിവിടെ നിന്നുകൊണ്ട് മാങ്ങ പറിച്ചെടുക്കാനും പിന്നെ അത് മാത്രമല്ല നമുക്ക് പിന്നെ ഒരു തണൽ ഇങ്ങോട്ടൊരു തണലും ഒക്കെ ആയിരുന്നു. ഇത്രയും നാളും കണ്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ടത് പോയപ്പോൾ ഒരു വിഷമം പോലൊക്കെ നമുക്ക് ആർക്കായാലും തോന്നും. അത്രയേ ഉള്ളൂ. ഒക്കെ എല്ലാം മുറിച്ചെല്ലാം റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ വേണ്ട മാങ്ങയൊക്കെ മുറിച്ചവർക്ക് കൊടുക്കാൻ ശകലം ഇവിടെ എടുത്ത് വെച്ചു. ബാക്കി നമുക്ക് ഉണക്കാനായിട്ട് പിന്നെ കുറച്ച് കണ്ട് ഇവിടെ. പിന്നെ അജിമോനാണെങ്കിൽ അജിമോൻ പിന്നെ 2-3 പേർക്ക് കുറച്ച് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് കുറച്ച് കണ്ട് ഇവിടെ പറക്കി വെച്ചേക്കുന്നു. ഒരു വലിയ തടിയായിട്ട് അതിൻ്റെ അവരെല്ലാം ചുമന്നുകൊണ്ട് പോകുന്നു. ഭയങ്കര ഭാരവ. അതായിരുന്നു അതിൻ്റെ ഒരു കൊമ്പിൻ്റെ അടിഭാഗം വീണതിൻ്റെ. കണ്ടോ, അവരെല്ലാം ചുമന്നു. കണ്ടോ എന്താ പാടാ. കണ്ടോ അത്രയും മാവിൻ്റെ കമ്പുകളാണ് അത്. ആന്ന് വേണ്ടേ. ഇവരെല്ലാവരും നമ്മുടെ അപ്പൂസിൻ്റെ കൂട്ടുകാരാണ്. ഇവരൊക്കെ കണ്ട് പോവുക കേട്ടോ. ഇവരൊക്കെ കണ്ട് പിന്നെ തടിയൊക്കെ ലോഡ് ചെയ്ത് കഴിഞ്ഞ് താഴേന്ന് ഭയങ്കര പാടായിരുന്നു കൊണ്ടുവരാൻ. നിങ്ങൾ കണ്ട് ഇനി ഇവർ കൊണ്ടുവരുന്നതൊക്കെ വേണ്ട. നോക്കിക്കോ, വേണ്ട കണ്ടോ. അതൊക്കെ ഇവർ കാണുന്നത് താഴെ അയ്യുമല്ല. വേണ്ട നമ്മുടെ ഡ്രൈവർ കണ്ടിരിക്കുന്നു. നമ്മുടെ പിക്കപ്പിൻ്റെ ഡ്രൈവർ. മുന്നിലൊരാളിരിപ്പുണ്ട് കണ്ടോ. കണ്ടോ എല്ലാവരും ഉപ്പും കൂട്ടി മാങ്ങ കഴിക്കുന്ന ഒരാൾ. ഉപ്പും കൂട്ടി കൊതിയിടരുതാരും കേട്ടോ. അതുകൊണ്ട് ഇവരൊക്കെ പോന്നു. താങ്ക് യു. അയ്യോ പേരയ്ക്ക പറിച്ചോ. പേരയ്ക്ക ഒരാൾക്കേ ഉള്ളല്ലേ. പേരയ്ക്കയൊക്കെ കിട്ടി. പേരയ്ക്കായും ഒക്കെ കിട്ടി. ശരി, എല്ലാവരും കണ്ട് വന്നിട്ട് പോകുന്നു. നമ്മുടെ ഓക്കെ. അപ്പം ഇന്നലെ വീണതാണ് നമ്മുടെ മാങ്ങ. ഇന്നലെ പാതിരാത്രിയിലല്ലേ, വെളുപ്പാങ്കാലത്ത് 3 മണിക്ക് മാവ് ഒടിഞ്ഞൊക്കെ വീണു.
അപ്പം അതിൻ്റെ മാങ്ങ ഇന്നലെ മുതൽ ഞാൻ കാണിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ കണ്ടത് രാവിലെ അച്ചാച്ചൻ കുറച്ചൊന്ന് അരിഞ്ഞ് ഒന്ന് എടുത്ത് വെച്ചു. ഒരു 5-6 അത്രയും അച്ചാച്ചൻ അരിഞ്ഞു പിന്നെ വെച്ചു. അപ്പം ബാക്കിയുള്ളത് ഞാൻ എടുത്തങ്ങോട്ട് അരിയുക കേട്ടോ. ഞാനും കുറച്ച് അരിയും. ഇങ്ങനെ നമ്മൾ അരിഞ്ഞിട്ട് നമുക്ക് ഇച്ചിരി ഉപ്പൊക്കെ ചേർത്തിട്ട് നമുക്ക് വെയിൽ വരുവാണെങ്കിൽ ഒന്ന് വെയിലത്തോട്ട് വെച്ച് നമുക്ക് ഈ പിന്നെ നമ്മൾ പറയത്തില്ലയോ വാട്ടി ഉണങ്ങിയ മാങ്ങ എന്ന് പറയത്തില്ലയോ, നമുക്കിതൊന്ന് ഉണക്കി വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് തീർച്ചയായിട്ടും അയക്കണം. താങ്ക് യു.